വന്നിട്ട് കുറെ നേരം ആയോ? ഇല്ല, ട്രാഫിക്കിൽ പെട്ടുപോയി, അതാ. സോറി, ഫോണിൽ ശരിക്കും സംസാരിക്കാൻ പറ്റിയില്ല. അത് വിട്, ഞാൻ സംസാരിച്ച എന്താ പ്രശ്നം? ഇപ്പോഴും ആ പെണ്ണിനെ കുറിച്ച് ആലോചിച്ചിട്ട് മെന്റലി ഡിസ്റ്റർബ്ഡ് ആവാൻ. എൻ്റെ അച്ഛൻ നിന്നെ മനസ്സിൽ വെച്ചിട്ടാ അവൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയത്. എന്തോന്ന്? എന്നെ മനസ്സിൽ വെച്ചിട്ടോ? നിന്നെ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടതിന് ശേഷവും എൻ്റെ അച്ഛൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നീ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് നല്ലതാണെന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് നിന്റെ പേര് പറയുന്നത് തന്നെ അവന് പേടിയാ. ഇപ്പം നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അവൻ സംസാരിക്കാൻ പോകുന്നുള്ളൂ. ആ പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റിയോ? അറിഞ്ഞാൽ ഇങ്ങനെയൊന്നും നടക്കത്തില്ലല്ലോ. നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. നിന്റെ ചേട്ടൻ എന്നെ ഒട്ടും ഇഷ്ടായില്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. എല്ലാം നന്നായിട്ട് തന്നെ നടക്കും. എനിക്കാ വിശ്വാസമുണ്ട്. ശരി, പോകാല്ലേ? ഓട്ടോ വിളിക്കണ്ട, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. ഇല്ല, കുഴപ്പമില്ല, ടൈമായി. ഞാൻ ഓട്ടോയിലേ പൊക്കോളാം. അല്ല സുരേഷ് എവിടെ? ബിസിനസിന്റെ ആവശ്യത്തിന് വെളി പോയേക്കുക. ഓ, കൊച്ചി എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റ് റിപ്പയർ ആയി നിൽക്കുമല്ലേ? ഇങ്ങനെ പോയി വേണം കച്ചവടം ഉറപ്പിക്കാൻ. റോഡിന്റെ പക്കത്ത് ഏതെങ്കിലും ഒരു ലോറി റിപ്പയർ ആയി നിന്നിട്ടുണ്ടാകും. ആ ടയറിന്റെ ഓട്ട കാണാൻ പോയതായിരിക്കും. ഇതിനാണെങ്കിൽ ബിൽഡപ്പും. നീ ആവശ്യമില്ലാതെ സംസാരിക്കുന്ന ചേട്ടാ. ഞങ്ങളുടെ കമ്പനിയെ കുറിച്ചൊന്നും ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ചേട്ടാ, ഞാനും കുറെ നാളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എപ്പോഴൊക്കെ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ആ പെമ്പിള്ളേർ വന്ന് നോക്കിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കിത് മനസ്സിലാവുന്നില്ല. ചേട്ടാ, ഒന്ന് പോയേട്ടാ. നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല. ഇതേ ഞാൻ നിങ്ങളുടെ സ്ഥലത്തായിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യാന്നറിയോ? എടാ ശരി, പറ, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? വാ, പോയി എന്താന്ന് ചോദിക്കാം. വാ, വണ്ടി വിശ്വസിച്ച് പോയാ തല്ല് കിട്ടുവോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പോയി നോക്കാലോ. എന്താ ഡയലോഗ്? പോകാം. ഈ വണ്ടി ഒന്ന് എടുക്കുന്നുണ്ടോ? ആ ശരി ശരി ശരി, ഒരു മിനിറ്റ്. കയറി 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 നോക്കാം. അവിടെ നിന്ന് അവരെ ലെഫ്റ്റ് എടുത്തിട്ടുണ്ട്. അതെ, ഇപ്പൊ തുടങ്ങിയില്ലേ? ഇന്ന് നിങ്ങളൊരു വഴിയാക്കിട്ട ഞാൻ വിടൂ. ആദ്യം നിങ്ങളുടെ ഹെൽമെറ്റ് അയക്കേ. ഇന്നോട് കൂടി നിങ്ങളുടെ കഥ അവസാനിക്കും. ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. ഇവിടാണെങ്കിൽ ഹോസ്പിറ്റൽ അടുത്തുണ്ടല്ലോ. അതാ ചേച്ചി എവിടെ? ഞങ്ങളുടെ ചേട്ടനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഒന്ന് നിർത്താൻ പറയാ ചേച്ചി. വെറുതെ കടലിരുന്ന് എന്നെ അവളെ നോക്കുന്നു ഇവളെ നോക്കുന്നു പറഞ്ഞ് പെടുത്തിയിട്ട് അവസരം എന്നോട് വന്ന് ഞാനാണെന്ന് ചോദിക്കടാ. ചേട്ടാ, ഇത് നിങ്ങളാണോ? എന്താ പറ്റിയേട്ടാ? എടാ മഹാപാവി, കണ്ടു അവള് മരനെ എങ്ങനെയാക്കിയത്. എടാ, ഞാൻ ആ മെക്കാനിക് ഷോപ്പിൽ ഇരുന്നിരുന്നെങ്കിലേ എനിക്കൊരു ക്വാർട്ടറും കുഴിമന്തിയും കിട്ടിയിട്ടുണ്ടാകും. എന്നെ നീ ഈ അവസ്ഥയിലാക്കിയില്ലടാ മഹാപാവി. എന്ത് ചെയ്യാനാ? ഇങ്ങനെ നോക്കിയാ ഞങ്ങൾക്ക് നേരം നോക്കില്ല. എന്തേടി നിന്റെ ചേട്ടൻ? വെളിയിൽ പോയേക്ക, വന്നിട്ടില്ല. എന്ത് പറ്റി? വന്നു കയറിയത് അവനെ അന്വേഷിക്കുന്നേ? നിന്റെ മോൻ എന്താ കാണിച്ചെന്നറിയോ? എന്താ? എന്ത് പറ്റി? ഓഫീസിൽ നടന്ന കാര്യമൊന്നും പറഞ്ഞില്ലേ അവൻ? അവൻ ഓഫീസിൽ പോയിട്ട് 3 ദിവസമായി. ഓഫീസിൽ നിന്ന് അവനെ സസ്പെൻഡ് ചെയ്യാൻ പോവായിരുന്നു. അറിയാവുന്ന ഏതോ ചെക്കൻ്റെ കയ്യിൽ ലോങ് ലീവിനുള്ള അപേക്ഷ കൊടുത്തു വിട്ടിരിക്കുന്നു. നീ അറിയാതിരിക്കില്ലല്ലോ. അയ്യോ, സത്യമായിട്ടും എനിക്കറിയില്ല. എടാ വാസു, ഇങ്ങ് വാ. അച്ഛൻ പറഞ്ഞതൊക്കെ സത്യാണോ? നിന്നോടല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ? ഉത്തരം പറ. അവനെങ്ങനെ പറയാനാ? പേരുന്നാള് വരത്തൊരു പെണ്ണ് വേണ്ടി എല്ലാം നശിപ്പിച്ച് നടക്കുകയല്ലേ അവന്. ഇവന്റെ മാനേജർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്താടാ വാസു നീ ഇങ്ങനെയാവുന്നേ? എന്താടാ പറ്റിയ നിനക്ക്? ഇവന്റെ കോലം കണ്ടോ? താടിയും മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ?
അച്ഛാ റോഡിലിരിക്കുന്ന പിച്ചക്കാരെ പോലെയുണ്ട്. നിങ്ങള് ആ, പൊന്നു പോലെ നോക്കി വളർത്തിയതാണ്. എന്താ ഇത്? എന്താ പറ്റിയ നിങ്ങൾക്ക്? എന്താ ഇത്? ഇതിനൊക്കെ നിങ്ങൾ ഇങ്ങനെ കരയണോ? നിന്റെ അടുത്ത് ഞാൻ എന്താണ് ചോദിച്ചത്? കാശോ പണമല്ലോ ചോദിച്ചോ? ഒരു കല്യാണം കഴിക്കാനല്ലേ പറഞ്ഞത്? അതൊക്കെ ശരി തന്നെ, അതിനിങ്ങനെ കരയണോ? പറ്റുന്നില്ല. ഞാൻ എങ്ങനെ കരയായിരിക്കുന്നു പറ. രാവിലെ മുകേഷ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. മരണം വിട്ട് വെച്ച ഇവന്റെ മാനേജറെ ഞാൻ കണ്ടത്. അവനാണ് ഇവനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിനക്ക് എന്നോടുള്ള സ്നേഹത്തിന് കുറച്ചെങ്കിലും ഇവരുണ്ടോ? ഉണ്ടായിരുന്നില്ല ചെയ്യുവോ? കുറച്ചു നാളുടെ മനസ്സിന് ഭയങ്കര വേദനയാ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വല്ലതും സംഭവിച്ചു പോകുന്ന പേടിയാ. നീ ഒരു കല്യാണം കഴിക്കണം, നിനക്ക് മക്കളുണ്ടായിട്ട് അതിനൊക്കെ കൊഞ്ചിച്ച് ആളിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമല്ലടാ. ഞങ്ങളിത് വേറെ ആരോട് പോയി ചോദിക്കും? നിന്റെ അടുത്തല്ലേ ചോദിക്കാൻ പറ്റൂ. നിനക്ക് എന്താടാ മനസ്സിലാവാത്തത്? നിങ്ങളൊന്ന് കേക്ക്. ഇങ്ങനെ കരയല്ലേ? എടാ, നീ ഇപ്പൊ കല്യാണത്തിന് സമ്മതിക്കോ ഇല്ലയോ? എനിക്ക് ആ തീരുമാനം ഇപ്പൊ അറിയണം. വേഗം പറ. എന്താ ഇങ്ങനെ അയാളെ വട്ട് പിടിച്ച പോലെ സംസാരിച്ച നീ വന്നിങ്ങനെ? നിങ്ങളുടെ നല്ലതിന് വേണ്ടിയും കൂടെയല്ലേ? എനിക്ക് വട്ടാണോടാ? നീ നന്നാവണമെന്ന് ചിന്തിക്കുന്നത് എനിക്ക് വട്ടായിട്ടാണോടാ? നിനക്കൊക്കെ വേണ്ടിയാണ് ജീവിച്ചത്, എന്നിട്ട് എനിക്ക് വട്ടല്ലേ? എന്താ ഇത്? ഇവരെ ഞാൻ എത്ര ധൈര്യം ഉണ്ടായിട്ട് നീ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ തന്നെ ഇവിടെ ഇരുന്നോ. ആ ഒരുമ്പിട്ടോളെ കൂട്ടിയിട്ട് വന്ന് നീ തന്നെ ഇവിടെ ഇരിക്കേ. നീ തന്നെ ഇരുന്നോ. പിന്നെ നീ ഇവിടെ തന്നെ എല്ലാം മാറിപ്പോയേക്കാം. കൂട്ടിയിട്ട് പോടി അവനെ. എന്തിനാടാ ഇങ്ങനെ? പോടാ, നിന്റെ റൂമിലേക്ക് പോടാ. നമ്മളെല്ലാം ചത്തൊഴിഞ്ഞോളാന്ന് പറ. അച്ഛാ ഇരിക്കച്ചാ. ഓ ഇരിക്കച്ചാ. നീ ചെയ്യുന്ന നല്ല കാര്യമാണോ? നമ്മൾ എത്ര സന്തോഷത്തോടെ ആയിരുന്നേ. നീ ഇപ്പൊ നമ്മുടെ വീട് നോക്കേ എങ്ങനെയായത്. എന്നെ നിങ്ങൾ ആരും മനസ്സിലാക്കത്തില്ലേ? ഞാൻ കിട്ടുന്ന പെണ്ണ് എന്നെ മാത്രം നോക്കിയാൽ മതിയോ? നിന്നെ അച്ഛൻ അമ്മ നിങ്ങളൊക്കെ സന്തോഷം ആഗ്രഹിച്ചത് തെറ്റാണോ? സുരേഷ് അവസ്ഥപ്പെടുന്നത് കാണുന്നില്ലേ? അവരുടെ അച്ഛൻ വാച്ച്മാന്റെ ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്നെ കിട്ടുന്നവള് എന്നെ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളെ കഷ്ടപ്പെടുത്താൻ പാടില്ല. നീ കണ്ട പെണ്ണ് ഞങ്ങളെ നോക്കുന്ന എന്താ ഉറപ്പ്? നീ കണ്ടപ്പോ അവൾ ആരെ ഹെൽപ്പ് ചെയ്തെന്ന് വെച്ചിട്ട് അവള് ഞങ്ങളെ നോക്കുമെന്ന് പറയാതെ. ഒരാളുടെ പേഴ്സണാലിറ്റി അയാള് സംസാരിച്ചാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. എന്നോടിപ്പോ എന്താ ചെയ്യാൻ പറയുന്നേ? ഇതുവരെ നടന്നതെല്ലാം നീ മറക്ക്. കീർത്തി നിന്നെ തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അവള് നീ പറയുന്നത് പോലെ തന്നെ അനുസരിക്കും. കീർത്തി നല്ല പെണ്ണ് തന്നെയാ. എന്നെ കുറിച്ചുള്ള എല്ലാ കാര്യവും അവൾക്കറിയാം. കല്യാണത്തിന് ശേഷം ഇത് കാരണവും പ്രശ്നം വന്നേക്കാം. അതുമാത്രമല്ലാതെ ഒരുത്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മറ്റൊരുത്തിയുമായിട്ട് ജീവിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. അവളെന്തിനാടാ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അതൊക്കെ മറക്ക്. പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്. പറ്റുന്നില്ല. അവളെ മറക്കാനായിട്ട് എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. മറക്കണമെന്ന് മാത്രം വിചാരിക്ക്. അത് മതി. മനസ്സ് വേദനിക്കുക. അഡ്രസ് പോലും അറിയാത്ത പെണ്ണിന് വേണ്ടി ജീവിതം നശിപ്പിക്കുകയാണ് ഇവൻ. അവൾ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. അവൾക്ക് വേണ്ടി ഇവൻ ദിവസം ദിവസം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. എനിക്കെന്തോ ഇവൻ നമ്മളെ വിട്ട് പോകുമെന്ന് പേടി തോന്നുക. അങ്ങനെയൊന്നും പറയല്ലേ. എനിക്കറിയില്ല. പോടാ, പോയി സോറി പറ. അച്ഛാ, അച്ഛാ, എന്റെ അടുത്ത് സംസാരിക്കച്ചാ. എനിക്ക് നിങ്ങൾ വേണോ അച്ഛാ? അച്ഛാ, ഇപ്പോഴൊക്കെ എനിക്ക് എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ. ആരടുത്ത് എന്ത് സംസാരിക്കണം എന്ന് പറയണതൊന്നും എനിക്കറിയില്ല അച്ഛാ. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കണം. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്യണം തന്നെ എന്റെ ആഗ്രഹം. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല അച്ഛാ. പ്രാർത്ഥനാവോന്ന് പേടിയാണ് അച്ഛാ. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടോളാം അച്ഛാ. ഒന്നുമില്ല മോനെ, കരയടാ. നീ എന്റെ പൊന്നു മോനല്ലേ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയാനാണ് ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത്. അവളെ മറക്കണം ഞാൻ വിചാരിക്കുമ്പോഴെല്ലാം അവളുടെ ഓർമ്മ അധികമായിക്കൊണ്ടിരിക്കണമ്മ. ഞാൻ എന്താ അച്ഛാ ചെയ്യേണ്ടത്? നിനക്ക് അച്ഛനുണ്ടോ? ഇതേ കണ്ടോ, നീ കരയുന്നോണ്ട് എല്ലാരും കരയാണ്. എന്റെ പൊന്നു മോൻ കരയല്ലേ? കണ്ണു തുറക്കും മോനെ. വാ, കരയാതെ.
ഇവന് കുറച്ച് വെള്ളം കുടിക്കാൻ. ഇതാ വെള്ളം കുടിക്കും. മോനെ വാസു, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. മറ്റുള്ളവരെ പോലെ ഞങ്ങൾ വിഷമിക്കരുതല്ലോ നീ ആഗ്രഹിക്കുന്നേ. ഒരു പെണ്ണെ കണ്ടു, അവളെ നിനക്ക് ഇഷ്ടപ്പെട്ടു, അവൾ വീട്ടിൽ വന്നാൽ ഞങ്ങളെല്ലാം സന്തോഷിക്കുന്നു. നീ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? ഇത് നോക്ക്, അവള് നിനക്കുള്ളതാണെങ്കിൽ അത് ആരെ കൊണ്ടും മാറ്റാൻ പറ്റില്ല. ഇനി ഒരു 6 മാസം കൂടെ സമയം എടുത്തു. ആ പെണ്ണ് നിനക്ക് ഉറപ്പായിട്ടും കിട്ടും. അച്ഛാ, എഴുന്നേക്ക്, പോയി കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് പഴയ വാസുവായിട്ട് വാ. പോടാ വാസു. അച്ഛാ, 6 മാസത്തിന് ശേഷം നിങ്ങളുടെ തീരുമാനമായിരിക്കും എന്റെ തീരുമാനവും. അതെ, അവനല്ലേ ഇപ്പൊ അവളെ മറക്കാൻ തയ്യാറാന്ന് പറഞ്ഞത്. പിന്നെ എന്തിനാ നിങ്ങൾ അവനെ വീണ്ടും ആശിപ്പിക്കുന്നേ? നിനക്ക് അവന്റെ ജീവിതം മുഖ്യം, എനിക്ക് അവനാണ് മുഖ്യം. അല്ല, നമ്മുടെ സുരേഷ് എന്താ വീട്ടിലോട് വരാത്തെ? നിങ്ങളല്ലേ അവനെ ചീത്ത വിളിച്ച് വരണ്ടെന്ന് പറഞ്ഞത്. പിന്നെ എങ്ങനെ ഇപ്പൊ അവൻ വീട്ടിലേക്ക് വരിക? വാസു, സുരേഷിന് ഫോൺ ചെയ്ത് വരാൻ പറ. ശരി അച്ഛാ. വാസു പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ആ. അച്ഛാ, എന്താ? എനിക്ക് മര്യാദയ്ക്ക് ഫോൺ മേടിച്ചാ? എന്തിനാ? നിന്റെ ഫോൺ എന്ത് പറ്റി? എന്താ എന്നെ കളിയാക്കാണോ? എന്റെ മൊബൈൽ ഫോൺ വാസുവിന്റെ ദേഹത്ത് അടിച്ചു പൊട്ടിച്ചിട്ട് ഇപ്പൊ ആരാ പൊട്ടിച്ചെന്ന് ചോദിക്കുന്നത്? മര്യാദയ്ക്ക് ആൻഡ്രോയിഡ് ഫോൺ തന്നെ മേടിച്ചാ? ഇല്ല ഇവിടെ നടക്കാൻ പോകുന്ന വേറെയാ. ശരി മോളെ, ദേഷ്യപ്പെടാതെ. ഈ മാസം നിനക്ക് ടൂർ ഫീസ് തന്നായിരുന്നു, അടുത്ത മാസം മൊബൈൽ വാങ്ങിത്തരാം. അപ്പോ ഞാൻ ടൂറിന് മൊബൈൽ ഫോൺ ഇല്ലാതെ പോണോ? അതുവരെ അച്ഛന്റെ ഫോൺ യൂസ് ചെയ്ത മോളെ. അയ്യോ, ഈ ഫോണോ? എന്റെ ഫ്രണ്ട്സിന് മുമ്പിൽ എന്റെ മാനം പോവും. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഫോൺ ഉപയോഗിച്ചോളാം. എനിക്ക് അടുത്ത മാസം വാങ്ങിച്ചു തന്നാ മതി. 2000 രൂപയുടെ മൊബൈൽ പൊട്ടിച്ചേന് 10,000 രൂപയുടെ ശിക്ഷ. ഇന്ന് എന്റെ ട്രീറ്റാ, എത്ര വേണമെങ്കിലും കുടിച്ചോടാ. അളിയാ, രഘു ഇന്ന് പാമ്പാകുന്നത് വരെ നീ വാങ്ങിത്തരണം. ഞാൻ ഫിറ്റാകും, ഇങ്ങനെ ജ്യൂസ് കുടിച്ചിട്ട് എസ്കേപ്പ് ആവും. എന്താ സാർ വേണ്ടത്? 4 നാടൻ ബോംബ്. സാറേ, പിന്നെന്താ, ബാറിൽ വന്ന് കുടിക്കുന്നവരടുത്തേ പ്ലെയിൻ ആയിട്ട് എന്താ വേണ്ടെന്ന് ചോദിക്കരുത്. സൈഡ് ഡിഷ് എന്തെങ്കിലും വേണോ? സൈഡ് ഡിഷിലാണ്ടേ ഇവിടെ ഉള്ള ഈ വൃത്തികെട്ട ചുമര് നക്കിയിട്ട് കുടിക്കേ. ഇതുവരെ അടി കിട്ടാത്ത സ്ഥലം ബാറ് മാത്രമായിരുന്നു, ഇന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന തോന്നുന്നത്. എടാ അളിയാ, നിനക്കൊന്ന് ചുമ്മാ ഇരുന്നൂടാ. അളിയാ, ഇന്ന് ഈ ചെക്കന് 200 രൂപ ടിപ്സ് കൊടുക്കണം. ഏയ് മിണ്ടായിരിക്കടാ, നീ അടുത്തവന്റെ കാശിന് ഓസിടിക്കാൻ വന്നതല്ലേ? ഇങ്ങനെ XMLA അല്ലേ, എന്നോട് ഇതും പറയുന്നത് അപ്പുറം പറയും. ഒന്നും മിണ്ടാതിരിക്കടാ മോനെ, ആ വാട്ടർ ബോട്ടിൽ എടുത്തോണ്ട് വാ. പോ. ചേട്ടൻ വിഷമിക്കണ്ടാ, ഈ വേട്ടാവളയും പറയുന്നൊന്നും എനിക്ക് രോമത്തിൽ പോലും കൊള്ളില്ല. അത് ശരിയാ, എന്നെ കളിയാക്കാൻ കാത്തിരിക്കുക. മുഖത്ത് മുഴുവൻ 32 പല്ലായിരിക്കും. ആരാണോ കളിയാക്കപ്പെടുന്നത് അവൻ ഒരു ദിവസം കലക്കി മറിക്കും. നീ കലക്കുന്നൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ വാസുവിനെ അവന്റെ അച്ഛൻ 6 മാസം സമയം കൊടുത്തിട്ടുണ്ട്. ആ 6 മാസത്തിന്റെ ഉള്ളില് അവന്റെ കാമുകിയും കൂട്ടി വന്ന് അവൻ ഒരു കലക്കാൻ പോവാണ് മോനെ. അതെടാ, എങ്ങനെയോ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കൺവിൻസ് ആക്കി. അവളുടെ പേര് മാത്രമേ എനിക്കറിയൂ, പക്ഷെ കണ്ണുമൂടി കണ്ണു തുറന്നാ അവളെ നേരിട്ട് വന്നിട്ട് പോകുന്ന പോലെയാ. കളയാ, അവളെ എപ്പോഴാ കാണാൻ പോകുന്നതെന്ന് അറിയില്ലടാ. എടാ, ഫീൽ ആവല്ലേ? നീ ആദ്യം ചേർസ് കളിക്കേ, നീ എത്രയും പെട്ടെന്ന് അവളെ കാണും.